മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ 25-ന് പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കടക്കാം. ഫസ്റ്റ് പോയിന്റ്, 2026 ഫെബ്രുവരി 23-ന് നെതർലാൻഡ്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് റോബ് ജെൻഡൻ, 38 വയസ്സ് കേട്ടോ. 2026 ഫെബ്രുവരി 23-ന് നെതർലാൻഡ്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് റോബ് ജെൻഡൻ, 38 വയസ്സ്. ലോകസഭ അവകാശ ലംഘന സമിതിയുടെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് രവിശങ്കർ പ്രസാദ്. ലോകസഭ അവകാശ ലംഘന സമിതിയുടെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് രവിശങ്കർ പ്രസാദ്. മുൻ കേന്ദ്ര നിയമമന്ത്രിയും ബീഹാറിൽ നിന്നുള്ള ലോകസഭ അംഗവുമാണ് ഇദ്ദേഹം കേട്ടോ. മുൻ കേന്ദ്ര നിയമമന്ത്രിയും ബീഹാറിൽ നിന്നുള്ള, അതായത് പട്ന സാഹിബ് BJP ലോക്സഭ അംഗവുമാണ് ഇദ്ദേഹം. മുൻ കേന്ദ്ര നിയമമന്ത്രിയും ബീഹാറിൽ നിന്നുള്ള ലോകസഭ അംഗവുമാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് KG സനൽകുമാർ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് KG സനൽകുമാർ. ഷാജഹാൻ്റെ പിൻഗാമിയാണ് കേട്ടോ. ഷാജഹാൻ്റെ പിൻഗാമിയാണ് ഇദ്ദേഹം. 2020 ലോകകപ്പ് കിരീടം തുടർച്ചയായി രണ്ടാമതും നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് BCCI എത്ര രൂപയാണ് പാരിതോഷികമായി കൈമാറിയത്? 131 കോടി രൂപ. 2020 ലോകകപ്പ് കിരീടം തുടർച്ചയായി രണ്ടാമതും നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് BCCI എത്ര രൂപയാണ് പാരിതോഷികമായി കൈമാറിയത്? 131 കോടി രൂപ. രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ 2024 കിരീടം നേടിയ ടീമിന് 125 കോടി രൂപയായിരുന്നു പാരിതോഷികം. രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ 2024 കിരീടം നേടിയ ടീമിന് 125 കോടി രൂപയായിരുന്നു പാരിതോഷികം. സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള 15 അംഗ ടീമിൽ ഓരോരുത്തർക്കും 6 കോടി രൂപ വീതമാണ് പാരിതോഷികം. സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള 15 അംഗ ടീമിൽ ഓരോരുത്തർക്കും 6 കോടി രൂപ വീതമാണ് പാരിതോഷികം. ബാക്കിയുള്ള 41 കോടി പരിശീലകർ, സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്നിവർക്കാണ്. ബാക്കിയുള്ള 41 കോടി പരിശീലകർ, സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്നിവർക്കുള്ളതാണ്. 2020 ജേതാക്കൾക്ക് ICC നൽകുന്ന ഏകദേശം 27.48 കോടി രൂപയ്ക്ക് പുറമേയാണിത്. 2020 ജേതാക്കൾക്ക് ICC നൽകുന്ന ഏകദേശം 27.48 കോടി രൂപയ്ക്ക് പുറമേയാണിത്. കഴിഞ്ഞ വർഷം വനിതാ ഏകദിന ലോകകപ്പ് കിരീടം നേടിയ ഹർമൻപ്രീത് കൗറിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീമിന് BCCI 51 കോടി രൂപ പാരിതോഷികം നൽകിയിരുന്നു. അണ്ടർ-19 ലോകകപ്പിൽ 6ാം തവണ കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് BCCI 7.5 കോടി രൂപയും നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം വനിതാ ഏകദിന ലോകകപ്പ് കിരീടം നേടിയ ഹർമൻപ്രീത് കൗറിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീമിന് BCCI 51 കോടി രൂപ പാരിതോഷികം നൽകിയിരുന്നു. അണ്ടർ-19 ലോകകപ്പിൽ 6ാം തവണ കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് BCCI 7.5 കോടി രൂപയും നൽകിയിരുന്നു. സംസ്ഥാനത്തെ ആദ്യ ഗ്രാമീണ ജില്ലാ ജയിൽ നിലവിൽ വരുന്നത് എവിടെയാണ്? പുതുപ്പണം, വടകര, കോഴിക്കോട്. സംസ്ഥാനത്തെ ആദ്യ ഗ്രാമീണ ജില്ലാ ജയിൽ നിലവിൽ വരുന്നത് എവിടെയാണ്? പുതുപ്പണം, വടകര, കോഴിക്കോട്. 2025 ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരത്തിന് അർഹരായ ഭരതനാട്യ നർത്തക ദമ്പതിമാർ VP ധനഞ്ജയനും ശാന്ത ധനഞ്ജയനും. 2025 ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരത്തിന് 3 ലക്ഷം രൂപയാണ് കേട്ടോ. അർഹരായ ഭരതനാട്യ നർത്തക ദമ്പതിമാർ ആരൊക്കെയാണ്? VP ധനഞ്ജയനും ശാന്ത ധനഞ്ജയനും. ഗുരു ഗോപിനാഥ് സബര്യ പുരസ്കാരത്തിന് 50,000 രൂപ കേട്ടോ. കേരള നടനം കലാകാരി അംബിക മോഹൻ അർഹയായി. സാംസ്കാരിക വകുപ്പിനു വേണ്ടി ഗുരു ഗോപിനാഥ് നടന ഗ്രാമമാണ് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. ഗുരു ഗോപിനാഥ് സബര്യ പുരസ്കാരത്തിന് കേരള നടനം കലാകാരി അംബിക മോഹൻ അർഹയായി. സാംസ്കാരിക വകുപ്പിനു വേണ്ടി ഗുരു ഗോപിനാഥ് നടന ഗ്രാമമാണ് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. കേരളത്തിൻ്റെ ഏത് മുൻ മുഖ്യമന്ത്രിയുടെ ജന്മശതാബ്ദി ദിനമായിരുന്നു 2026 മാർച്ച് 2-ന്? PK വാസുദേവൻ നായർ. കേരളത്തിൻ്റെ ഏത് മുൻ മുഖ്യമന്ത്രിയുടെ ജന്മശതാബ്ദി ദിനമായിരുന്നു 2026 മാർച്ച് 2-ന്? PK വാസുദേവൻ നായർ. 1926 മാർച്ച് 2-ന് കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിൽ ജനനം. 1926 മാർച്ച് 2-ന് കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിൽ ജനനം. 1978 ഒക്ടോബർ 29 മുതൽ 1979 ഒക്ടോബർ 12 വരെ കേരളത്തിൻ്റെ 9ാമത് മുഖ്യമന്ത്രിയായി. 1978 ഒക്ടോബർ 29 മുതൽ 1979 ഒക്ടോബർ 12 വരെ കേരളത്തിൻ്റെ 9ാമത് മുഖ്യമന്ത്രിയായി. 4 പ്രാവശ്യം ലോകസഭാംഗമായി. 2005 ജൂലൈ 12-ന് അന്തരിച്ചു. അപ്പോൾ 1978 ഒക്ടോബർ 29 മുതൽ 1979 ഒക്ടോബർ 12 വരെ കേരളത്തിൻ്റെ 9ാമത് മുഖ്യമന്ത്രിയായി. 4 പ്രാവശ്യം ലോകസഭാ അംഗമായി. 2005 ജൂലൈ 12-ന് അന്തരിച്ചു.
ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി ചുമതലയേറ്റത് ദീപക് ഗുപ്ത. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി ചുമതലയേറ്റത് ദീപക് ഗുപ്ത. മാർച്ച് 3 അന്തരിച്ച കെ.പി. ഉണ്ണികൃഷ്ണൻ ഏത് കേന്ദ്രമന്ത്രിസഭയിലാണ് അംഗമായിരുന്നത്? 1989-90 വി.പി. സിംഗ് മന്ത്രിസഭയിൽ. മാർച്ച് 3 അന്തരിച്ച കെ.പി. ഉണ്ണികൃഷ്ണൻ ഏത് കേന്ദ്രമന്ത്രിസഭയിലാണ് അംഗമായിരുന്നത്? 1989-90 വി.പി. സിംഗ് മന്ത്രിസഭയിൽ. ഉപരിതല ഗതാഗതം, വാർത്താവിനിമയം, ഷിപ്പിംഗ് വകുപ്പുകളിൽ ക്യാബിനറ്റ് മന്ത്രിയായി ചുമതല വഹിച്ചു. ഡൽഹിയിൽ പത്രപ്രവർത്തകയായിരുന്നു. 1971, 1977 വർഷങ്ങളിൽ കോൺഗ്രസ് ടിക്കറ്റിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1980 മുതൽ 1991 വരെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായും മത്സരിച്ച് ജയിച്ചു. രാജീവ് ഗാന്ധി പ്രധാന മന്ത്രിയായിരിക്കെ ബൊഫേഴ്സ് തോക്ക് അഴിമതി ഇടപാട് ലോക്സഭയിൽ ഉന്നയിച്ചു. ഇന്ദ്രപ്രസ്ഥത്തിലെ രാഷ്ട്രീയ സഞ്ചാരി ജീവചരിത്ര കൃതിയാണ് എം പി സൂര്യദാസ് എഴുതിയത്. അപ്പോൾ ഉപരിതല ഗതാഗതം, വാർത്താവിനിമയം, ഷിപ്പിംഗ് വകുപ്പുകളിൽ ക്യാബിനറ്റ് മന്ത്രിയായി ചുമതല വഹിച്ചു. ഡൽഹിയിൽ പത്രപ്രവർത്തകനായിരുന്നു. 1971, 1977 വർഷങ്ങളിൽ കോൺഗ്രസ് ടിക്കറ്റിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1980 മുതൽ 1991 വരെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായും മത്സരിച്ച് ജയിച്ചു. രാജീവ് ഗാന്ധി പ്രധാന മന്ത്രിയായിരിക്കെ ബൊഫേഴ്സ് തോക്ക് അഴിമതി ഇടപാട് ലോക്സഭയിൽ ഉന്നയിച്ചു. ഇന്ദ്രപ്രസ്ഥത്തിലെ രാഷ്ട്രീയ സഞ്ചാരി എം പി സൂര്യനാഥ് എഴുതിയ ജീവചരിത്ര കൃതിയാണ് മാർച്ച് 4 അന്തരിച്ച മുൻ രാജ്യസഭാ അംഗം കൂടിയായ മാധ്യമപ്രവർത്തകൻ എച്ച്.കെ. ദുവ, 88 വയസ്സ്. മാർച്ച് 4 അന്തരിച്ച മുൻ രാജ്യസഭാ അംഗം കൂടിയായ മാധ്യമപ്രവർത്തകൻ എച്ച്.കെ. ദുവ. പത്രപ്രവർത്തകൻ, പത്രാധിപൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അരനൂറ്റാണ്ടുകാലം പ്രവർത്തിച്ചു. പത്രപ്രവർത്തകൻ, പത്രാധിപർ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അരനൂറ്റാണ്ടുകാലം പ്രവർത്തിച്ചു. 2001-2003 കാലത്ത് ഡെൻമാർക്കിലെ ഇന്ത്യൻ സ്ഥാനപതിയും 2009-2015 കാലത്ത് രാജ്യസഭയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗവുമായിരുന്നു. പ്രധാനമന്ത്രിമാരായ എ.ബി. വാജ്പേയി, എച്ച്.ഡി. ദേവേഗൗഡ എന്നിവരുടെ മാധ്യമോപദേഷ്ടാവായും പ്രവർത്തിച്ചിരുന്നു. 2001-2003 കാലത്തിൽ ഡെൻമാർക്കിലെ ഇന്ത്യൻ സ്ഥാനപതിയും 2009-2015 കാലത്ത് രാജ്യസഭയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗവുമായിരുന്നു. പ്രധാനമന്ത്രിമാരായ എ.ബി. വാജ്പേയി, എച്ച്.ഡി. ദേവേഗൗഡ എന്നിവരുടെ മാധ്യമോപദേഷ്ടാവായും പ്രവർത്തിച്ചിരുന്നു. മാർച്ച് 9 അന്തരിച്ച മലയാളി ചരിത്രകാരൻ കെ.എൻ. പണിക്കർ, 90 വയസ്സ്. മാർച്ച് 9 അന്തരിച്ച മലയാളി ചരിത്രകാരൻ കെ.എൻ. പണിക്കർ കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ, ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് എന്നിവയുടെ അധ്യക്ഷനും കേരള ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷനുമായിരുന്നു. 30-ലധികം കൃതികളുടെ രചയിതാവാണ് കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ, ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് എന്നിവയുടെ അധ്യക്ഷനും കേരള ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷനും ആയിരുന്നു. 30-ലധികം കൃതികളുടെ രചയിതാവാണ്. സംസ്ഥാനത്തെ ഏത് രാഷ്ട്രീയ നേതാവ് രചിച്ച നോവലാണ് നിയോഗം? രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ ഏത് രാഷ്ട്രീയ നേതാവ് രചിച്ച നോവലാണ് നിയോഗം? രമേശ് ചെന്നിത്തല. യു.എസിൽ അടുത്തിടെ അന്തരിച്ച അലക്സാണ്ടർ ബട്ടർഫീൽഡ് ഏത് നിലയിൽ അറിയപ്പെട്ട മുൻ വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥനാണ്? വാട്ടർ ഗേറ്റ് വിവാദം സംബന്ധിച്ച നിർണായക ടേപ്പുകൾ പുറത്തുവിട്ട വ്യക്തി. യു.എസിൽ അടുത്തിടെ അന്തരിച്ച അലക്സാണ്ടർ ബട്ടർഫീൽഡ് ഏത് നിലയിൽ അറിയപ്പെട്ട മുൻ വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥനാണ്? വാട്ടർ ഗേറ്റ് വിവാദം സംബന്ധിച്ച നിർണായക ടേപ്പുകൾ പുറത്തുവിട്ട വ്യക്തി. 1972 ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വാഷിംഗ്ടണിലെ ദേശീയ കമ്മിറ്റി ഓഫീസിൽ ഒളിച്ചുകയറിയ ചിലർ അവിടെ റെക്കോർഡിംഗ് ഉപകരണങ്ങൾ സ്ഥാപിച്ച് പാർട്ടി രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിച്ചു. പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ തെരഞ്ഞെടുപ്പ് സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് കണ്ടെത്തി. വിവാദത്തെ തുടർന്ന് നിക്സന് 1974 ഓഗസ്റ്റ് 9 രാജിവെക്കേണ്ടി വന്നു. വാട്ടർ ഗേറ്റ്സ് കോംപ്ലക്സ് എന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ പേരിലാണ് വിവാദം അറിയപ്പെട്ടത്. തുടർന്ന് വൈസ് പ്രസിഡന്റായ ജെറാൾഡ് ഫോർഡ് യു.എസ്. പ്രസിഡന്റായി ചുമതലയേറ്റു. 1972 ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വാഷിംഗ്ടണിലെ ദേശീയ കമ്മിറ്റി ഓഫീസിൽ ഒളിച്ചുകയറിയ ചിലർ അവിടെ റെക്കോർഡിംഗ് ഉപകരണങ്ങൾ സ്ഥാപിച്ച് പാർട്ടി രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിച്ചു. പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ തിരഞ്ഞെടുപ്പ് സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് കണ്ടെത്തി. വിവാദത്തെ തുടർന്ന് നിക്സൺ റിപ്പബ്ലിക്കൻ പാർട്ടി 1974 ഓഗസ്റ്റ് 9 രാജിവെക്കേണ്ടി വന്നു. വാട്ടർ ഗേറ്റ്സ് കോംപ്ലക്സ് എന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ പേരിലാണ് വിവാദം അറിയപ്പെട്ടത്. തുടർന്ന് വൈസ് പ്രസിഡന്റായ ജെറാൾഡ് ഫോർഡ് യു.എസ്. പ്രസിഡന്റായി ചുമതലയേറ്റു. ലോക വനിതാ ദിനം എന്നാണ് മാർച്ച് 8. ലോക വനിതാ ദിനം എന്നാണ് മാർച്ച് 8. ഗീവ് ടു ഗെയിൻ എന്നതാണ് 2026 ദിനാചരണ പ്രമേയം. ഗീവ് ടു ഗെയിൻ എന്നതാണ് 2026 ദിനാചരണ പ്രമേയം.
ഓക്കെ, ഇനി ഇവിടെ ഒരു ബോക്സിലൊരു പിക്ചറും കൂടിയും കൊടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഇസ്രയേൽ സഹകരണത്തോടെ US ഇറാനിൽ നടത്തിയ സൈനിക ആക്രമണത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഇസ്രയേൽ സഹകരണത്തോടെ US ഇറാനിൽ നടത്തിയ സൈനിക ആക്രമണത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഇറാനെതിരെയുള്ള സൈനിക നടപടിക്ക് ഇസ്രയേൽ നൽകിയ പേരാണ് ഓപ്പറേഷൻ റോറിംഗ് ലയൺ. ഇറാനെതിരെയുള്ള സൈനിക നടപടിക്ക് ഇസ്രയേൽ നൽകിയ പേരാണ് ഓപ്പറേഷൻ റോറിംഗ് ലയൺ. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന പേരിൽ ഇറാൻ പ്രത്യാക്രമണം നടത്തി. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന പേരിൽ ഇറാൻ പ്രത്യാക്രമണം നടത്തി. ഇറാൻ്റെ ബലിസ്റ്റിക് മിസൈൽ സംവിധാനം, ആണവ പദ്ധതികൾ തുടങ്ങിയവ നശിപ്പിക്കുകയാണ് US ഇസ്രയേൽ ആക്രമണത്തിൻ്റെ ലക്ഷ്യം. 1989 മുതൽ ഇറാൻ്റെ പരമോന്നത നേതാവ് എന്ന പദവി വഹിക്കുന്ന ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെയുള്ള ഉന്നതർക്കും സാധാരണക്കാർക്കും ജീവഹാനി സംഭവിച്ചു. ഖമനേയിയുടെ പിൻഗാമിയായി മകൻ മുജ്തബ ഖമനേയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇറാൻ്റെ ബലിസ്റ്റിക് മിസൈൽ സംവിധാനം, ആണവ പദ്ധതികൾ തുടങ്ങിയവ നശിപ്പിക്കുകയാണ് US ഇസ്രയേൽ ആക്രമണത്തിൻ്റെ ലക്ഷ്യം. 1989 മുതൽ ഇറാൻ്റെ പരമോന്നത നേതാവ് എന്ന പദവി വഹിക്കുന്ന ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെയുള്ള ഉന്നതർക്കും സാധാരണക്കാർക്കും ജീവഹാനി സംഭവിച്ചു. ഖമനേയിയുടെ പിൻഗാമിയായി മകൻ മുജ്തബ ഖമനേയി തിരഞ്ഞെടുക്കപ്പെട്ടു. യുദ്ധത്തിൻ്റെ ഭാഗമായി ലോകത്തിലെ ഇന്ധന ചരക്കുപാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചു. ആഗോളതലത്തിലുള്ള എണ്ണ നീക്കത്തിൻ്റെ 20% കടന്നു പോകുന്നത് ഈ പാതയിലൂടെയാണ്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ 2025 ജൂണിൽ US നടത്തിയ 12 ദിവസത്തെ ആക്രമണമാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. യുദ്ധത്തിൻ്റെ ഭാഗമായി ലോകത്തിലെ ഇന്ധന ചരക്കുപാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചു. ആഗോളതലത്തിലുള്ള എണ്ണ നീക്കത്തിൻ്റെ 20% കടന്നു പോകുന്നത് ഈ പാതയിലൂടെയാണ്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ 2025 ജൂണിൽ US നടത്തിയ 12 ദിവസത്തെ ആക്രമണമാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം. താങ്ക് യു.